Install IDU for floor, ceiling, cassette mounted split AC Part 2. ഹലോ, എൻ്റെ പേര് ഷീന. ഈ എക്സസൈസിലൂടെ ഞാൻ നിങ്ങളെ നയിക്കും. ഈ മോഡ്യൂളിൽ ഫ്ലോർ, സീലിംഗ്, കാസറ്റ് മൗണ്ട് ചെയ്ത സ്പ്ലിറ്റ് AC എന്നിവയുടെ IDU എങ്ങനെ സർവീസ് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയുന്നത് വാൾ മൗണ്ടഡ് ചെയ്തിരിക്കുന്ന സ്പ്ലിറ്റ് ACയുടെ ഗ്യാസ് പമ്പ് ഡൗൺ ചെയ്യുക, കൂളിംഗ് കോയിൽ പരിശോധിച്ച് വൃത്തിയാക്കുക, എയർ ഫിൽറ്റർ ഉപയോഗിച്ച് വൃത്തിയാക്കുക, ഫാൻ മോട്ടോർ പരിശോധിക്കുക. ഇപ്പോൾ ഈ വ്യായാമം ചെയ്യാൻ ആവശ്യമായ ടൂളുകൾ, മെറ്റീരിയലുകൾ, എക്യുപ്മെന്റുകൾ എന്നിവ നോക്കാം. ടൂളുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഉപഭോഗ വസ്തുക്കൾ: ട്രെയിനീസ് കിറ്റ് ഒരെണ്ണം, ഡബിൾ എൻഡ് സ്പാനർ 14 mm, 15 mm, 16 mm, 17 mm, 19 mm ഒരെണ്ണം, 1/4 ഇഞ്ച് വാൽവ് കീ ഒരെണ്ണം, പൈപ്പ് കട്ടർ ഒരെണ്ണം, റീമർ ഒരെണ്ണം, ഫ്ലാറിംഗ് ടൂൾ സെറ്റ് ഒരെണ്ണം, പ്രഷർ ഗേജ് ഒരെണ്ണം, കോമ്പൗണ്ട് ഗേജ് ഒരെണ്ണം, ഒരു സ്പ്ലിറ്റ് അല്ലെങ്കിൽ കാസറ്റ് AC സിസ്റ്റം ഒരെണ്ണം, മൾട്ടിമീറ്റർ ഒരെണ്ണം, ക്ലാമ്പ് മീറ്റർ ഒരെണ്ണം, വാക്വം ക്ലീനർ ഒരെണ്ണം, അനിമോമീറ്റർ ഒരെണ്ണം, വയർ ബ്രഷ് ഒരെണ്ണം, എയർ ബ്ലോവർ ഒരെണ്ണം, ഫിൻ കോംബ് ഒരെണ്ണം, ടെസ്റ്റ് ലാമ്പ് ഒരെണ്ണം. ആവശ്യമായ മെറ്റീരിയലുകൾ അല്ലെങ്കിൽ ഘടകങ്ങൾ: 1/4 ഇഞ്ച് യൂണിയൻ കണക്ഷൻ ഒരെണ്ണം, 1/4 ഇഞ്ച് കോപ്പർ ട്യൂബ് 5 അടി, കോട്ടൺ വേസ്റ്റ്, ഫ്ലെയർ നട്ട്സ് 4 എണ്ണം. സർവീസ് പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്പ്ലിറ്റ് സിസ്റ്റത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അതിന്റെ വർക്കിംഗ് മെക്കാനിസവും പഠിക്കാം. ഗുണങ്ങൾ: പ്രത്യേക മുറികളിൽ പ്രധാനമായി സ്ഥാപിക്കാവുന്നതാണ്. അധിക യൂണിറ്റുകൾ പിന്നീട് എളുപ്പത്തിൽ ചേർക്കാവുന്നതാണ്. ഇൻസ്റ്റലേഷൻ ചെലവ് കുറഞ്ഞതാണ്. കാര്യക്ഷമവും നിശബ്ദവുമായ പ്രവർത്തനം വാഗ്ദാനം ചെയ്യുന്നു. ലളിതമായ അറ്റകുറ്റപ്പണി. ദോഷങ്ങൾ: യൂണിറ്റുകൾ സൗന്ദര്യപരമായി നന്നായി യോജിക്കുന്നില്ലായിരിക്കാം. വായുസഞ്ചാരം പരിമിതമായതിനാൽ വലിയ മുറികളിൽ കാര്യക്ഷമത കുറവാണ്. സ്പ്ലിറ്റ് സിസ്റ്റം എയർ കണ്ടീഷണറുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? യൂണിറ്റിന്റെ കൂളിംഗ് സർക്യൂട്ടിലൂടെ റെഫ്രിജറന്റ് ഗ്യാസ് പമ്പ് ചെയ്താണ് സ്പ്ലിറ്റ് സിസ്റ്റം എയർ കണ്ടീഷണർ പ്രവർത്തിക്കുന്നത്. കണ്ടൻസറിലൂടെ വാതകം പമ്പ് ചെയ്യുമ്പോൾ അത് തണുത്ത് ഇവാപ്പറേറ്ററിലേക്ക് ഒരു ദ്രാവകമായി മാറുകയും ചെയ്യുന്നു. ദ്രാവക റെഫ്രിജറന്റ് പിന്നീട് ബാഷ്പീകരണത്തിലേക്ക് തള്ളിവിടുകയും വികസിക്കുകയും വീണ്ടും വാതകമായി മാറുകയും ചെയ്യുന്നു. വാതകം അതിവേഗം വികസിക്കുമ്പോൾ താപനില ഗണ്യമായി കുറയുന്നു. ഈ പ്രക്രിയ ആവർത്തിക്കുന്നതിനായി വാതകം വീണ്ടും കണ്ടൻസറിലേക്ക് കടന്നുപോകുന്നു. മുറിയിൽ നിന്നുള്ള വായു യൂണിറ്റിലേക്ക് വലിച്ചെടുക്കുകയും ഇവാപ്പറേറ്റർ കോയിലുകൾക്ക് മുകളിലൂടെ കടന്നുപോകുകയും ചെയ്യുന്നു. ഇത് വായുവിനെ തണുപ്പിക്കുന്നു. ആവശ്യമുള്ള ഊഷ്മാവ് തെർമോസ്റ്റാറ്റ് സജ്ജീകരിച്ചത് എത്തുന്നതുവരെ വായു പ്രചരിക്കുന്നത് തുടരുന്നു. ആവശ്യമുള്ള താപനില എത്തുമ്പോൾ യൂണിറ്റ് യാന്ത്രികമായി ഷട്ട് ഡൗൺ ചെയ്യുന്നു. സ്പ്ലിറ്റ് സിസ്റ്റങ്ങൾക്ക് ചൂടും തണുപ്പും നൽകാൻ കഴിയുമോ? റിവേഴ്സ് സൈക്കിൾ സ്പ്ലിറ്റ് സിസ്റ്റം എയർ കണ്ടീഷണറുകൾക്ക് ഒരേ യൂണിറ്റ് ഉപയോഗിച്ച് ചൂടാക്കാനും തണുപ്പിക്കാനും കഴിയും. കൂളിംഗ് മോഡിൽ യൂണിറ്റ് മുറിയിലേക്ക് തിരികെ സഞ്ചരിക്കുന്നതിന് മുമ്പ് വായു തണുപ്പിക്കുന്നു. തപീകരണ മോഡിൽ ആംബിയന്റ് എയർ വലിച്ചെടുക്കുകയും ചൂടാക്കുകയും തുടർന്ന് വീടിനകത്ത് പ്രചരിക്കുകയും ചെയ്യുന്നു. റെഫ്രിജറന്റ് സിസ്റ്റത്തിലൂടെ ഒഴുകുന്നു. വീടിന്റെ ഇന്റീരിയർ ചൂടാക്കുന്നതിന് മുമ്പ് ചൂടാക്കുന്നു. ഇനി നമുക്ക് പ്രൊസീജിയറിലേക്ക് പോകാം. ടാസ്ക് 1. സ്പ്ലിറ്റ് AC സിസ്റ്റത്തിൽ ഗ്യാസ് പമ്പ് ചെയ്യുന്നു. തുടക്കത്തിൽ നൽകിയിരിക്കുന്ന സ്പ്ലിറ്റ് എയർ കണ്ടീഷനിംഗ് സിസ്റ്റത്തിൽ 2 സർവീസ് വാൽവുകളും തുറന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതിനെ തുടർന്ന് സക്ഷൻ സർവീസ് വാൽവിൽ നിന്ന് ഗേജ് പോർട്ട് പ്ലഗ് തുറന്ന് ചാർജിംഗ് ഹോസിന്റെ സഹായത്തോടെ ഒരു കോമ്പൗണ്ട് ഗേജ് ഘടിപ്പിക്കുക. ലൈൻ കണക്ഷനുകൾ ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുകയും എന്തെങ്കിലും കണ്ടെത്തിയാൽ അവ റിപ്പയർ ചെയ്യേണ്ടത് പ്രധാനമാണ്. ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ സക്ഷൻ സർവീസ് വാൽവ് തുറന്നു വെച്ചുകൊണ്ട് ലിക്വിഡ് ലൈൻ സർവീസ് വാൽവ് അടയ്ക്കുക. എല്ലാം സജ്ജീകരിച്ച് സിസ്റ്റം ആരംഭിച്ച് കോമ്പൗണ്ട് ഗേജ് നിരീക്ഷിക്കുക. 2 മുതൽ 5 വരെ വാക്വം റീഡിംഗ് എയിം ചെയ്യുക. ഒരിക്കൽ എയിം എത്തിയാൽ സിസ്റ്റം നിർത്തി സക്ഷൻ സർവീസ് വാൽവ് അടയ്ക്കുക. ശീതീകരണത്തെ കണ്ടൻസറിൽ സൂക്ഷിക്കാൻ അനുവദിക്കുക. ടാസ്ക് 2. കൂളിംഗ് കോയിൽ പരിശോധിക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുക. സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ ആരംഭിച്ച് ഒരു അനിമോമീറ്റർ ഉപയോഗിച്ച് കൂളിംഗ് കോയിലിലെ
വായുപ്രവാഹം വിലയിരുത്തി തുടങ്ങുക. ഒരേ സമയം ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് ഗ്രിൽ താപനില പരിശോധിച്ച് 2 റിങ്ങുകളും രേഖപ്പെടുത്തുക. വായുപ്രവാഹം അപര്യാപ്തമാണെങ്കിൽ കോയിൽ വൃത്തിയാക്കൽ തുടരുക. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഫ്രണ്ട് സൈഡ് പാനലുകൾ നീക്കം ചെയ്ത് സോപ്പ് വെള്ളത്തിൽ കഴുകുക. അടുത്തതായി എയർ ഫിൽറ്ററുകൾ നീക്കം ചെയ്ത് ബാഷ്പീകരണ ചിറകുകൾ പരിശോധിക്കുക. വൃത്തികെട്ടതാണെങ്കിൽ ഒരു സോപ്പ് ലായനി, എയർ ബ്ലോവർ എന്നിവ ഉപയോഗിച്ച് വൃത്തിയാക്കുക. ബ്ലോവർ മോട്ടോർ മൂടി ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് ബാഷ്പീകരണ കോയിൽ വൃത്തിയാക്കുക. തുടർന്ന് സമഗ്രമായ വാക്വം ക്ലീനിംഗ് നടത്തുക. ആവശ്യമെങ്കിൽ കൂളിംഗ് കോയിൽ ഒരു ക്ലീനിംഗ് ലായനി ഉപയോഗിച്ച് കഴുകുക. ഫിൻസ് ഒരു ഫിൻ കോമ്പ് ഉപയോഗിച്ച് ചീകുക. വാട്ടർ പ്രഷർ ഉപയോഗിച്ച് കഴുകുക. അതിനുശേഷം ബ്ലോവർ മോട്ടോറിൽ നിന്ന് കവർ നീക്കം ചെയ്യുക. ലൂബ്രിക്കേറ്റ് ചെയ്യുക. ഫ്രണ്ട് സൈഡ് പാനലുകൾ റീസെറ്റ് ചെയ്യുക. അവസാനം യൂണിറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് എയർ ഫിൽറ്ററുകൾ വൃത്തിയാക്കി അവ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. ആരംഭിച്ചു കഴിഞ്ഞാൽ അനിമോമീറ്റർ ഉപയോഗിച്ച് എയർ ഫ്ലോ വീണ്ടും പരിശോധിക്കുകയും പ്രാരംഭ റീഡിംഗുകളുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുക. കൂടാതെ ശരിയായ പ്രവർത്തനം ഉറപ്പാക്കാൻ ഗ്രിൽ താപനിലയും കറന്റും പരിശോധിക്കുക. ടാസ്ക് 3. എയർ ഫിൽറ്ററുകൾ പരിശോധിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. മികച്ച പ്രകടനം ഉറപ്പാക്കാൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ എയർ ഫിൽറ്ററുകൾ പതിവായി പരിശോധിച്ച് വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയെന്നത് ഇതാ. യൂണിറ്റിന്റെ ഫ്രണ്ട് ഗ്രിൽ തുറന്നു തുടങ്ങുക. ഓരോ എയർ ഫിൽറ്ററിന്റെയും മധ്യഭാഗത്ത് ടാബ് കണ്ടെത്തുക. ഫിൽറ്റർ റിലീസ് ചെയ്യാൻ അത് മുകളിലേക്ക് തള്ളുക. തുടർന്ന് അതിനെ അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ താഴേക്ക് വലിക്കുക. നിങ്ങൾക്ക് ഒന്നുകിൽ ഫിൽറ്ററുകൾ വെള്ളത്തിൽ കഴുകാം, അല്ലെങ്കിൽ പൊടിയും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ വാക്വം ക്ലീനർ ഉപയോഗിക്കാം. ഫിൽറ്ററുകൾ പ്രത്യേകിച്ച് വൃത്തികേടാണെങ്കിൽ, പൊടി എളുപ്പത്തിൽ വരുന്നില്ലെങ്കിൽ ഒരു സോപ്പ് ചെറു ചൂടുവെള്ളത്തിൽ കലർത്തി ഉപയോഗിച്ച് കഴുകുന്നത് പരിഗണിക്കുക. വൃത്തിയാക്കിയ ശേഷം ഫിൽറ്ററുകൾ ഷേഡുള്ള സ്ഥലത്ത് നന്നായി ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫ്രണ്ട് പാനലിലെ അവയുടെ യഥാസ്ഥാനത്തെ സ്ലോട്ടുകളിലേക്ക് ഫിൽറ്ററുകൾ തിരികെ ചേർക്കുക. അവസാനമായി ശരിയായ ഇൻസ്റ്റാളേഷൻ ഉറപ്പാക്കാൻ ഫ്രണ്ട് ഗ്രില്ലുകൾ ഇരുവശത്തും മധ്യഭാഗത്തും സുരക്ഷിതമായി ലോക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, പൊടി നിറഞ്ഞ എയർ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നത് തണുപ്പിക്കൽ ശേഷി കുറയ്ക്കുകയും ഊർജം പാഴാക്കുകയും ചെയ്യുന്നു. ടാസ്ക് 4. ഫാൻ മോട്ടോറിന്റെ പരിശോധനയും പരിപാലനവും. ഫാൻ മോട്ടോറിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് മുമ്പ് യൂണിറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെന്നും പവർ ബ്രേക്കർ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ഈ ഘട്ടങ്ങൾ പാലിക്കുക. ഫാൻ മോട്ടോറിൽ നിന്ന് കപ്പാസിറ്റർ നീക്കം ചെയ്തുകൊണ്ട് ആരംഭിക്കുക. വൈദ്യുതി വിതരണവുമായി സംക്ഷിപ്തമായി ബന്ധിപ്പിച്ച് കപ്പാസിറ്റർ പരിശോധിക്കുക. കപ്പാസിറ്റർ വിച്ഛേദിച്ച ശേഷം സ്പാർക്ക് പരിശോധിക്കാൻ 2 ടെർമിനലുകളും ചെറുതാക്കുക. സ്പാർക്ക് ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ പ്രവർത്തനക്ഷമമാണ്. ഇല്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. ഒരു മൾട്ടിമീറ്റർ ടെസ്റ്റ് ഉപയോഗിച്ച് റണ്ണിംഗ് സ്റ്റാർട്ടിംഗ് വിൻഡുകളുടെ കണ്ടിന്യൂറ്റി പരിശോധിക്കുക. സ്വതന്ത്രമായി ചലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മോട്ടോർ ഷാഫ്റ്റ് സ്വയം തിരിക്കുക. കൂടാതെ ബെയറിംഗുകൾ തേയ്മാനമോ കേടുപാടുകളോ ഉണ്ടോയെന്ന് പരിശോധിക്കുക. കണ്ടൻസർ ബ്ലേഡും ഇവാപ്പറേറ്റർ ബ്ലോവറും തടസ്സമില്ലാതെ സ്വതന്ത്രമായി കറങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക. സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ മോട്ടോർ ഭാഗങ്ങൾ ലൂബ്രിക്കേറ്റ് ചെയ്യുക. മോട്ടോർ ഘടകങ്ങളിൽ നിന്ന് അടിഞ്ഞുകൂടിയ അഴുക്കും അവശിഷ്ടങ്ങളും നന്നായി വൃത്തിയാക്കുക. കപ്പാസിറ്ററിനും ഫാൻ മോട്ടോറിനും വേണ്ടിയുള്ള ഇലക്ട്രിക്കൽ കണക്ഷനുകൾ വീണ്ടും ബന്ധിപ്പിക്കുക. കണ്ടൻസർ ബ്ലേഡ് കണ്ടൻസർ ഫിനുകളിലോ ബേസ് പ്ലേറ്റിലോ ആവരണത്തിലോ സ്പർശിക്കുകയാണെങ്കിൽ ബ്ലേഡോ മോട്ടോറോ ക്രമീകരിക്കുക. ബാഷ്പീകരണ ബ്ലോവർ ഹൗസിംഗിൽ സ്പർശിക്കുകയാണെങ്കിൽ അതിന്റെ സ്ഥാനം ക്രമീകരിക്കുക. നമ്മൾ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തി. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് ഘടിപ്പിച്ചിരിക്കുന്ന സ്പ്ലിറ്റ് AC ഭിത്തിയിൽ ഗ്യാസ് പമ്പ് ചെയ്യുക, കൂളിംഗ് കോയിൽ പരിശോധിച്ച് വൃത്തിയാക്കുക, എയർ ഫിൽട്ടർ പരിശോധിച്ച് വൃത്തിയാക്കുക, ഫാൻ മോട്ടോർ പരിശോധിക്കുക. അങ്ങനെ ഫ്ലോ, സീലിംഗ്, കാസറ്റ് മൗണ്ടഡ് സ്പ്ലിറ്റ് AC എന്നിവയുടെ IDU സേവനം നൽകാൻ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ വ്യായാമം ചെയ്യുക. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.